നമസ്കാരം, മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. S&P 0.37% അപ്പായിട്ട് ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 0.64% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. US പ്രൈവറ്റ് ജോബ് പേറോൾ ഡാറ്റ വന്നത് വളരെ പോസിറ്റീവായിരുന്നു. എക്സ്പെക്റ്റേഷനേക്കാൾ കൂടുതലായിട്ടാണ് 42,000 ജോബ് ക്രിയേഷനാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിരുന്നു. എന്നാൽ അൺസർട്ടനിറ്റീസ് US മാർക്കറ്റിൽ തുടരുകയാണ്. ഷട്ട് ഡൗണിനൊപ്പം തന്നെ US സുപ്രീം കോർട്ട് ട്രംപിൻ്റെ ഗ്ലോബൽ താരിഫിനെ കുറിച്ചിട്ട് അതിൻ്റെ ലീഗാലിറ്റിയെക്കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിധി ട്രംപിനെതിരെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ നല്ലൊരു റാലിയാണ് എല്ലാ ഇൻഡെക്സസും കാഴ്ചവെക്കുന്നത്. എസ്പെഷ്യലി ജപ്പാൻ്റെ നിക്കി ഇന്ന് 1.2% അപ്പായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അവിടെ സർവീസ് PMI ഡാറ്റ വന്നത് പോസിറ്റീവായിരുന്നു. അതോടൊപ്പം തന്നെ സൗത്ത് കൊറിയയുടെ കോസ്പി ഹാങ്സങ് 1.5% അപ്പാണ്. കോസ്മി 1.24% അപ്പാണ്. തായ്വാൻ 1% അപ്പാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സസും ഏഷ്യൻ ഇൻഡെക്സസ് എല്ലാം തന്നെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാര്യമായിട്ട് വന്നിട്ടില്ല. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 70 പോയിൻറ്റിൻ്റെ അപ്സൈഡ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്ലോബൽ സപ്പോർട്ട് കൂടി കിട്ടുകയാണെങ്കിൽ നല്ലൊരു പുൾ ബാക്കിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സപ്പോർട്ട് ലെവലുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സപ്പോർട്ടുകളെല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പുൾ ബാക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുകയാണെങ്കിൽ നിഫ്റ്റി വീണ്ടും 25,650 മുകളിലേക്കുള്ള ഒരു റാലിക്കുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ US ചൈന ട്രേഡ് ഡീലുകളും US ഇന്ത്യ ട്രേഡ് ഡീലുകളെ കുറിച്ചുള്ള കൺഫർമേഷൻസ് ഇതുവരെ ഒന്നായിട്ടില്ല. ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. വരുന്ന റിസൾട്ടുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്ട്സ് ആണ് മാർക്കറ്റിന് നൽകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന PMI ഡാറ്റ എല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റകൾ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുക. അതോടൊപ്പം തന്നെ സപ്പോർട്ട് റേഞ്ചുകൾ നോക്കിയിട്ട് ട്രേഡുകൾ എടുക്കുക. എവർക്കും നല്ല ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.